പ്രപഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹൈന്ദവ സഹോദര സഹോദരിമാർ, ആത്മസ്വരൂപികളെ, ഞാൻ സ്നേഹരാജ്, മാനേജിംഗ് ട്രസ്റ്റി, സ്നേഹരാജ് ഫൗണ്ടേഷൻ. നമ്മൾ 5/8/2024 ഒരു ദൗത്യം ഏറ്റെടുത്തു, ഹൈന്ദവ സാക്ഷരതാ മിഷൻ. അതിന്റെ ഭാഗമായി സനാതന ധർമ്മ പരിചയ യജ്ഞം നടത്തിക്കൊണ്ടുവരികയാണ്. അതിനുശേഷം നിങ്ങളുമായിട്ട് പല പ്രാവശ്യം സമ്മതിക്കണം എന്ന് പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞിരുന്നില്ല. ഒരു അവസരം ഒത്തുവന്നിരിക്കുന്നു. ആ അവസരത്തെ മുതലാക്കിക്കൊണ്ട് നിങ്ങളോട് സമ്മതിക്കട്ടെ. ചില ജയചന്ദ്രന്മാര്, ആട്ടിൻ തോലിട്ട ചെന്നായികള് നമ്മളെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്നേഹരാജ് ഹിന്ദു ധർമ്മത്തെ വിട്ട് പണമുണ്ടാക്കുന്നു എന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നതായി കേട്ടു വന്നു. അത് ഒരു മറുപടി അർഹിക്കുന്നില്ലെങ്കിലും എന്നെ കൂടി നിൽക്കുന്ന, എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള പലരെങ്കിലും അവരെ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടാം എന്നതുകൊണ്ട് ഒരു മറുപടി നൽകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. സത്യത്തിൽ ആദ്യമായിട്ട് ഇത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി, ഉത്കൃതമായി, രോമാഞ്ചമായി എന്ന് പറയാം. കാരണം 500 വർഷം മുമ്പേ ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു വലിയ ശ്രേഷ്ഠനായ ഒരു ജ്യോതിഷി 2025 ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ നാട്ടിൽ സൂര്യന്റെ തത്വങ്ങളെ വിട്ടിട്ട് ഒരു മഹത് വ്യക്തി തന്റെ നിത്യവൃത്തി നടത്തു എന്ന് പറഞ്ഞതായി എൻ്റെ ഫ്രണ്ട്സുകൾ മൂലകം ഞാൻ അറിയാനിടയായി. അത് സത്യമാണോ, അതിലെ സത്യാംശം എന്താണെന്ന് എനിക്ക് അറിയില്ല എങ്കിലും അങ്ങനെ കേട്ടതും ഇപ്പൊ ഈ കേട്ടതും രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിനുള്ളിൽ എന്തോ രോമാഞ്ചം തന്നെ. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കാര്യത്തിൽ വരാം. ഹിന്ദു ധർമ്മത്തെ വിട്ട് പണമുണ്ടാക്കുന്നു, ഈ വിഷയത്തിലേക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തത്, പണമുണ്ടാക്കുക എന്നാണ് ലക്ഷ്യമെങ്കിൽ ഹിന്ദു ധർമ്മ തത്വത്തിന്റെ ഒരു പുസ്തകം ഇറക്കാതെ ഒരു ക്രൈം ത്രില്ലർ പുസ്തകം ഇറക്കി അതിന്റെ വില ഒരു 1400 വെച്ചിട്ട്, അതിന്റെ കമ്മീഷൻ 200-100 വെച്ചിട്ട് ഞാൻ ഇതേ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എൻ്റെ വീട്ടിന് മുന്നിൽ ക്യൂ നിൽക്കുമായിരുന്നു. ഇന്ന് എൻ്റെ ഗതികേടെന്ന് പറയട്ടെ, ഒരു 140 രൂപക്ക് ഒരു പുസ്തകം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹൈന്ദവരായ നല്ലവരായ ഒരേ ആൾക്കാർ മുന്നാലെ പോയിട്ട് ഇറക്കേണ്ട ഒരു ഗതികേടിലല്ല. രണ്ടാമത്, ഈ യജ്ഞം നടത്തുന്നത് ഒരു ട്രസ്റ്റാണ്. കിട്ടുന്ന പണം ട്രസ്റ്റിന്റെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പണമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ ഞാനൊരു പാർട്ട്ണർഷിപ്പ് ഫേമോ പ്രൊപ്പറേറ്റർഷിപ്പിലോ ഇത് ചെയ്താൽ മതിയായിരുന്നു. ആ കിട്ടുന്ന പൈസ മൊത്തം എന്നിലേക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു, ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മൂന്നാമതായി, പുസ്തകത്തിന്റെ വില വെറും 141 രൂപയാണ്. ഇതില് 3/4 ഭാഗവും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകുകയാണ്. കൂടാതെ യാത്രകൾക്കും ഈ പരിപാടികൾ സംഘടിപ്പിക്കാനും ഓഡിറ്റോറിയം ബുക്കിങ്ങും മറ്റു പലതും ആവശ്യങ്ങൾക്കാക്കി ഈ പൈസ തന്നെ തികയൂല എന്നത് നിങ്ങൾക്ക് കുറച്ച് ആലോചിച്ചാൽ മനസ്സിലാകും. ശരിക്കും ഒരു അറിവിനെ നൽകുന്നത് ഒരു വിൽപ്പനയാണ്. ആലോചിച്ചാൽ മനസ്സിലാകും. കാരണം വിൽപ്പന എന്നതിൽ എൻ്റെ അടുത്ത് ഉള്ളത് എന്തോ ഒന്ന് കുറയുകയോ അത് പണമായി മാറുകയുമാണ് നമ്മൾ വിൽപ്പന എന്ന് പറയുന്നത്. എങ്കിൽ എന്നിലുള്ള അറിവ്, എൻ്റെ പകുതി ജീവിതം കൊണ്ട് ഞാൻ ആർജിച്ച അറിവുകളെ പകർന്നു നൽകുകയാണ്. അങ്ങനെ അറിവ് നൽകുമ്പോൾ എന്നുള്ളിലെ അറിവ് തന്നെ കൂടും എന്നതുകൊണ്ട് ഇതൊരു വിൽപ്പനയായിട്ട് കണക്കാക്കാനും പറ്റില്ല, അല്ലെ? അങ്ങനെ തന്നെ ഈ കൊടുക്കുന്ന പുസ്തകം നിങ്ങളെ മെയിൽ ഐഡിയിലേക്കോ നമ്മളെ വെബ്സൈറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിനെ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയ പുസ്തകം നിങ്ങൾക്ക് ആർക്കും വിതരണം ചെയ്യാം, ആർക്കും കൊടുക്കാം, ഫ്രീ ആയിട്ട് കൊടുക്കാം, വാട്സപ്പിൽ അയച്ചു കൊടുക്കാം. വിൽപ്പന പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ ഞാനിത് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയിട്ട് തരുമായിരുന്നു, നിങ്ങൾക്കല്ലാണ്ട് വേറെ ആർക്കും വായിക്കാൻ പറ്റാത്ത വിധത്തിൽ. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെ ഒരു വിൽപ്പന അല്ല ഉദ്ദേശം എന്ന് ആർക്കും മനസ്സിലാക്കും. പിന്നെ ഈ കാലയളവിൽ ഞാൻ ഹിന്ദുവാണ് എന്ന് നെഞ്ചത്ത് പറയാൻ കൈവച്ച് നെഞ്ചത്ത് തൊട്ട് പറയാൻ തന്നെ ധൈര്യം കാണിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. എത്രയോ ആൾക്കാർ കുറി തൊടുന്നത് വരെ നാണക്കേടായിട്ട് കടന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ഹിന്ദുവാണെന്ന് മാത്രമല്ല ഹിന്ദുവിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കാനുള്ള ഒരാളാണ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ
അതിനുള്ള അതിനുള്ള അർഹതയും മഹത്വവും മനസ്സിലാക്കേണ്ടത്. വിൽപ്പന ചെയ്യുന്ന സാധനത്തിന് മഹത്വമില്ല. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു, ആവശ്യമുള്ള കൊണ്ടുപോകുന്നു. ബട്ട് ജ്ഞാനം, അറിവിനെ കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന ചോദ്യങ്ങൾക്കും അതിനെ മുകളിൽ വരുന്ന സന്ദേഹങ്ങൾക്കും മറുപടി നൽകേണ്ടതായിരുന്നു. അത് ചെയ്യാൻ കെൽപ്പുള്ള ഒരു വ്യക്തി, ഒരു ഹിന്ദുവിന് ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അത് ഒരു വിൽപ്പനക്കാരന്, ഒരു ചരക്ക് വിൽപ്പനക്കാരന് അത് കിട്ടുന്നതല്ല. ഇനി അത്യന്തികമായി ഈ വിൽപ്പന ചെയ്തതിൽ എന്താണ് തെറ്റുള്ളത്? ഒരു ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ നിത്യവൃത്തിക്ക് വേണ്ടി ഒരു വീട്ടിനെ പോറ്റുന്നതിന് വേണ്ടി അവൻ പണത്തെ ആർജിക്കേണ്ടതുണ്ട്, അർത്ഥത്തെ ആർജിക്കുന്നുണ്ട്. അത് പല വിധത്തിലായിരിക്കും, അവരവരെ കഴിവും സാമർഥ്യവും അനുസരിച്ച് ഉള്ളതായിരിക്കും. അങ്ങനെ ഗൃഹസ്ഥൻ ആർജിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു സമാജം, ഒരു സർക്കാർ, ഒരു ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അവനെടുക്കുന്ന ടാക്സ് കൊണ്ട് മാത്രമാണ് ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഗൃഹസ്ഥാശ്രമിയെ ഞാൻ എൻ്റെ ഒരു കഴിവും സാമർഥ്യം ഉപയോഗിച്ചിട്ട്, എൻ്റെ പാതി ജന്മം ഉപയോഗിച്ചിട്ട് ഞാൻ നേടിയ അറിവിനെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ ഞാനൊരു ദക്ഷിണായിട്ട് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതേപോലെ നമ്മുടെ വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് എന്ന പേജിലേക്ക് വന്നാൽ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് എ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്, ഇറ്റ്സ് ദക്ഷിണ. കാരണം ഒരു അറിവിനെ നിങ്ങൾക്ക് വില മതിക്കാത്തതാണ്. ആ അറിവ് ഒരു ജന്മം കൊണ്ട് ഒരാൾ നേടിയെടുത്തതാണ്. അതിനെ വിൽക്കാനോ അത് വില കെട്ടാനോ ആർക്കും കഴിയില്ല. ആ അറിവിനെ പകർത്തി ഞാൻ നൽകുമ്പോൾ എനിക്കല്ല, അത് ഞാൻ ഉപയോഗിക്കുന്നത് ട്രസ്റ്റിന് വേണ്ടി, സമാജത്തിന് വേണ്ടിയാണ്. അത് ഞാൻ ദക്ഷിണയായിട്ടാണ് സ്വീകരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ 141 രൂപ വില എന്ന് പറയും. മാക്സിമം അതിന് ലിമിറ്റില്ല. പറഞ്ഞു വന്നത്, വിൽപ്പനയാണ് ലക്ഷ്യമെങ്കിൽ നമുക്ക് ഇത് പല വിധത്തിലും പല വേരുവിധത്തിൽ ചെയ്യാൻ പറ്റും. എങ്കിൽ ഒരു സമാജത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും എന്ന ഉത്തമ ബോധത്തോടെ ചെയ്യുന്ന ഈ കർമ്മം എന്താണെന്ന് നമ്മൾ ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം. എന്തുകൊണ്ട് ഹൈന്ദവർ ഇനി അനൈക്യത്തിൽ അനൈക്യത്തിലാണ് അവർ ജീവിക്കുന്നത്? കാരണം അവർക്കൊരു സ്വത്വം എന്നതില്ല. പല സമ്പ്രദായങ്ങളിൽ പെട്ടുകിടക്കുമ്പോഴും അങ്ങ് ബൗദ്ധ സമ്പ്രദായം, ഇവിടുന്ന് കാവ് സമ്പ്രദായം, ക്ഷേത്ര സമ്പ്രദായം, തന്ത്ര സമ്പ്രദായം, വൈദിക സമ്പ്രദായം, യജ്ഞഹോമാദികളുടെ വൈദിക സമ്പ്രദായം, ഇവിടുന്ന് യോഗി സമ്പ്രദായം, അഥവാ ഇനി ഇങ്ങോട്ട് വന്നാൽ ശൈവ സമ്പ്രദായം, വൈഷ്ണവ സമ്പ്രദായം, ശാക്തീയ സമ്പ്രദായം, ഗാണപത സമ്പ്രദായം, സൗര സമ്പ്രദായം, കുമാര സമ്പ്രദായം, ഭൂത സമ്പ്രദായം, അങ്ങനെയല്ല ഭക്തിമാർഗം, രാജമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാവരും ജീവിക്കുന്നത് ഒറ്റ ഒരു അടിസ്ഥാന തത്വത്തിലും ഒറ്റ ഒരു ജീവിത പദ്ധതിയിലും ഒറ്റ ഒരു ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാണ്. ആ ഒറ്റ ഒരു അടിസ്ഥാന തത്വം ഇതുവരെ ആരും പറഞ്ഞു കൊടുക്കാത്തതും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിർവചനം ഉണ്ടാക്കാത്തതും ആണ് നമ്മളെ ഹൈന്ദവർ ഏവരുടെയും. ഇപ്പോൾ നിലവിലുള്ള ഹൈന്ദവ നിർവചനം എന്താണ്? നിയമ വ്യവസ്ഥയിൽ ഇസ്ലാം അല്ലാത്തവൻ, ക്രിസ്ത്യൻ അല്ലാത്തവൻ, പാർസി അല്ലാത്തവൻ ആണ് ഹിന്ദു എന്ന് പറയപ്പെടുന്നത്. ഇത് ഹിന്ദുവിന് ഒരു സ്വത്വം നൽകുന്നതാണോ? അതല്ല, ഇതല്ല, അതല്ല. അങ്ങനെയുള്ള ഈ ഹിന്ദുവിന് തൻ്റെതായ ഒരു ദർശനമില്ലേ? അവൻ്റെതായ അടിസ്ഥാന സിദ്ധാന്തമില്ലേ? അവൻ്റെ അടിസ്ഥാനമായ ജീവിത പദ്ധതിയില്ലേ? അവനക്ക് അടിസ്ഥാനമായ ജീവിത ലക്ഷ്യമില്ലേ? 100% അത് എന്ത് എന്നത് പറയുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഈ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാമതൊരു നിർവചനമുണ്ട്. ഭാരത മണ്ണിനെ തൻ്റെ പുണ്യഭൂമിയോ ധർമ്മഭൂമിയോ ആയി കാണുന്നവൻ ഹിന്ദു എന്നാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ഇസ്ലാം സഹോദരൻ അവൻ്റെ ഹോലി ഖുറാനിലും ഹദീസുകളിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന അവൻ
ഈ ഭാരത മണ്ണിനെ എൻ്റെ പുണ്യഭൂമിയെയും ധർമ്മഭൂമിയായും കാണുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ ആ ഇസ്ലാം സഹോദരൻ ഹിന്ദുവാകൂ. അതേപോലെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ തൻ്റെ ഹോളി ബൈബിൾ തൻ്റെ യേശുവിലും വിശ്വസിക്കുന്ന അടച്ചുറച്ച് വിശ്വസിക്കുന്ന ഒരു ക്രൈസ്തവ സഹോദരൻ പറയുന്നു ഈ ഭാരത ഭൂമി എൻ്റെ പുണ്യഭൂമിയാണ്, ധർമ്മഭൂമിയാണ്. അങ്ങനെയെങ്കിൽ ആ ക്രിസ്ത്യൻ സഹോദരൻ ഹിന്ദുവാകുമോ? ഇനി ഒന്നും കൂടി ചോദിക്കട്ടെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഹോദരൻ കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ മാനിഫെസ്റ്റോസിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സഹോദരൻ ഞാൻ ഭാരത ഭൂമിയെ പുണ്യഭൂമിയായും ധർമ്മഭൂമിയായും കാണുന്നു എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റ് സഹോദരൻ ഹിന്ദുവാകുമോ? കമ്മ്യൂണിസ്റ്റ് സഹോദരനെ സംബന്ധിച്ചോളം പുണ്യഭൂമി ധർമ്മഭൂമി എന്ന സങ്കല്പമേ ഇല്ല. എങ്കിലും അവൻ ഉറപ്പിച്ചു പറയുന്നു എനിക്കിത് പുണ്യഭൂമിയാണ്, ധർമ്മഭൂമിയാണ്. എങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സഹോദരന് ഹിന്ദുവാകുമോ? ആപത്തിൽ. കാരണം ഹൈന്ദവന്റെ അടിസ്ഥാന സിദ്ധാന്തവും ഇപ്പൊ പറഞ്ഞ മറ്റുള്ളവരുടെ അടിസ്ഥാന സിദ്ധാന്തവും ജീവിത പദ്ധതിയും ജീവിത ലക്ഷ്യവും വെവ്വേറെയാണ്. ഹിന്ദുവാണ്, ഇസ്ലാം സഹോദരൻ ഇസ്ലാമാണ്, ക്രിസ്ത്യാനാണ്, കമ്മ്യൂണിസ്റ്റാണ്. അതേപോലെ മറ്റുള്ളവരാണ്. അവർക്ക് അവരുടേതായ അടിസ്ഥാന തത്വങ്ങളും അടിസ്ഥാന ജീവിത പദ്ധതികളും അടിസ്ഥാന ജീവിത ലക്ഷ്യങ്ങളും ദർശനങ്ങളും ഉണ്ട്. അതേ രീതി ഹിന്ദുവിൻ്റെതായ ദർശനവും അടിസ്ഥാന തത്വ സിദ്ധാന്തങ്ങളും അടിസ്ഥാന നിർവചനവും അടിസ്ഥാന ജീവിത പദ്ധതിയും അടിസ്ഥാന ജീവിത ലക്ഷ്യങ്ങളും ഉണ്ട്. ഹിന്ദുവിന്റെ ഭാഗതയും മുഴുവനും മാനവരാശിയുടെ ഭാഗതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹിന്ദു ഇരുട്ടിൽ നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിനൊരു ഭാവിയില്ല, ജീവന് സൃഷ്ടിക്ക് ഒരു ഭാവിയില്ല. അതുകൊണ്ട് ഹിന്ദു ഉണരേണ്ടത് ഹിന്ദുവിനെ മാത്രം ആവശ്യമില്ല, പ്രകൃതിയുടെ കൂടെ ആവശ്യമാണ്. അതിനാലാണ് പ്രകൃതി അപ്പോൾ ആവശ്യമുള്ള മഹത് വ്യക്തികളെ ഭൂമിയിലേക്ക് ഇറക്കി തരികയും ഇവിടെ വേണ്ട ജ്ഞാനവും അറിവും നൽകി ഈ മാനവരാശിയും പ്രകൃതിയും ഭൂമിയും മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ജീവന്റെ മോക്ഷം എന്ന അത്യന്തിക ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് വേണ്ടി ഹിന്ദു ഉണർന്നേ മതിയാകും. ഹിന്ദു ഉണർന്നവരെ എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഏത് വിധത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നാലും നേരിട്ടുകൊണ്ടേ മുന്നോട്ട് പോകും. കാരണം പിൻകാലങ്ങളിൽ ശ്രീകൃഷ്ണനും ശ്രീരാമനും എല്ലാം ഇത് നേരിട്ട് തന്നെയാണ്. നമ്മളെ പൂന്താനമാകട്ടെ, എഴുത്തച്ഛനാകട്ടെ, ശ്രീ നാരായണ ഗുരു ആകട്ടെ, ചട്ടം സ്വാമികളാകട്ടെ ഇതിലൊന്നും ഒഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വരുന്ന ആക്ഷേപങ്ങൾ ഞാൻ ശരിയായ വഴിയിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നതിന് ഒരു സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ശൂരരും വീരരുമായ ഹൈന്ദവ സഹോദരന്മാർ ആദ്യം എന്നോട് ചേർന്ന് നിൽക്കട്ടെ. ശേഷം കുറച്ചു നേരമുള്ളവർ ഒന്ന് ചേരും. അതിനുശേഷം വീരുക്കളായും പേടി ഉള്ളവരും അവസാനമായിട്ട് വന്നു ചേരുകയും അങ്ങനെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എടുക്കുവാൻ കഴിയും. വിശ്വാസത്തോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹാരം ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. ജയ് മാ ഭാരതി, ജയ് മാ വസുന്ധര.